കടന്നിരിക്കണം. വചനവിരുദ്ധമായ ഉപദേശവും പറഞ്ഞുകൊണ്ട് വരുന്നവനെ വീട്ടിന്റെ അകത്ത് കയറ്റരുതെന്ന്. ദൈവവചനത്തിന് വിരുദ്ധമായ വിപരീതമായ ഉപദേശം പറഞ്ഞുകൊണ്ട് വരുന്നവന് പ്രൈസ് ദി ലോർഡ് ബ്രദർ എന്ന് പോലും പറഞ്ഞാൽ നീ അവന് കൂട്ടുപ്രതിയായി മാറുക. ടി വി കാണുന്ന സകല കള്ളന്മാരെയും ആ പ്രൈസ് ദി ലോർഡ് ബ്രദർ പറഞ്ഞാൽ നീ ദൈവസന്നിധിയിൽ കൂട്ടുപ്രതി. ഈ ദുരുപദേശത്തിനെതിരെ ഞാൻ മീഡിയ കൂടെ പബ്ലിക്കായി വിമർശിക്കുമല്ലോ. ഇത് തെറ്റാണ്, അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയുമ്പോൾ പെന്തക്കോസുകാർ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാസ്റ്ററെ അയാളെ ഫോൺ വിളിച്ച് അങ്ങ് പറഞ്ഞാൽ പോരെ? ഇത് പരസ്യമായിട്ട് ഇങ്ങനെ എന്തൊരു അറിവില്ലായ്മയാണെന്ന് നോക്കണം. പക്ഷെ അത് വീഡിയോ പിടിച്ച് ലൈവിലിട്ട് പൊതുസമൂഹത്തെ കാണിച്ചാൽ ഷമീർ കൊല്ലൻ രംഗത്ത് വരും, തനിക്ക് വട്ടാടോന്ന് പറയും. ഒരാളെ ഒരു പ്രാർത്ഥനാ സ്ഥലത്തോ ഒരു ദൈവദാസന്റെ അടുത്തോ നമ്മൾ ഒരാൾ സമീപിക്കുന്നെങ്കിൽ ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് അയാൾ പഠിപ്പിക്കുന്ന ഉപദേശം എന്താണെന്നാണ്. അല്ലാതെ അയാൾ ഇടുന്ന ഷർട്ടല്ല, അയാൾ ഇടുന്ന പാൻ്റല്ല, അയാളുടെ ചർച്ചിന്റെ വലിപ്പമല്ല, അയാൾ ഏത് കുടുംബക്കാരനെന്നല്ല, അയാൾ വലിയ അറിയപ്പെടുന്ന ആളെന്നല്ല, അയാളെ കാണാൻ നല്ല ഗ്ലാമറാണെന്നല്ല, ചുവന്നിരിക്കുന്ന കറുത്തിരിക്കുന്ന ഒന്നുമല്ല. അയാൾ എന്ത് ഉപദേശമാണ് പഠിപ്പിക്കുന്നത്, അത് വചനപ്രകാരം ശരിയാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം അവൻ്റെ അടുക്കൽ ചെന്ന് തലവെക്കാൻ. എൻ്റെ ജീവിതത്തിൽ 100 കണക്കിന് പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ് ഞാൻ ചിന്തിക്കുന്നു വേറൊരാളായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഈ കൃപയെ കാണത്തില്ല. അമ്മാതിരി അനുഭവത്തിലൂടെ പോയതാ. അപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടൊരു ചിന്തയുണ്ട്, കർത്താവ് എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. മലയാളി എന്ത് ചെയ്യും? രാത്രി കിടന്നുറങ്ങുമ്പം ഒരു സ്വപ്നം കണ്ടു, അല്ലെ ദർശനം കണ്ടു, വെള്ളവസ്ത്രം ധരിച്ച് ഒരു മാലാഖ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊരു 1/2 ഗ്ലാസ് പെഗ് അടിച്ചോ, സാരമില്ല എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പോലെ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ട് നടക്കും? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാന്ന്, ദൂതൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അല്ല പക്ഷെ ബൈബിളിൽ കുടിക്കരുത്, ചേടാ ഞാൻ കണ്ടെന്ന്. നമ്മളെന്ത് പറയാൻ? പുസ്തകത്തിൽ ചേടാ ഞാൻ നേരിട്ട് കണ്ടെന്ന് പാസ്റ്ററെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ടല്ലേ പറഞ്ഞേ 1/2 പെഗ് അടിച്ചോളാൻ. ഷമീർ കൊല്ലം ടിനു ജോർജിന്റെയും തങ്കുവിന്റെയും നാരുവിന്റെയും എല്ലാം പുറകെ ക്യാമറ കൊണ്ട് നടക്കുവാണോ? ദുരുപദേശകരോടകന്നിരിക്കണം. 2 യോഹന്നാൻ 9. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അടുത്തത്, ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. അടുത്തത്, ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. കണ്ടോ? മറ്റേത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കരുതെന്നാ പറഞ്ഞേ. പക്ഷേ വചനവിരുദ്ധമായ ഉപദേശവും പറഞ്ഞുകൊണ്ട് വരുന്നവനെ വീട്ടിന്റെ അകത്ത് കയറ്റരുതെന്ന്. അവന് കുശലം പറയുകയുമരുത്. അവനോട് കുശലം പറയുന്നു. ഇന്ന് രാത്രി കേട്ടോ, ദൈവവചനത്തിന് വിരുദ്ധമായ വിപരീതമായ ഉപദേശം പറഞ്ഞുകൊണ്ട് വരുന്നവന് പ്രൈസ് ദി ലോർഡ് ബ്രദർ എന്ന് പോലും പറഞ്ഞാൽ നീ അവന് കൂട്ടുപ്രതിയായി മാറുക. വായിച്ചോ അടുത്ത വാക്യം. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. കൂട്ടുപ്രതി ദൈവസന്നിധിയിൽ കൂട്ടുപ്രതി. ടി വി കാണുന്ന സകല കള്ളന്മാരെയും ആ പ്രൈസ് ദി ലോർഡ് ബ്രദർ പറഞ്ഞാൽ നീ ദൈവസന്നിധിയിൽ കൂട്ടുപ്രതി. മനസ്സിലായോ? ആദ്യം ഒരാളെ ഒരു പ്രാർത്ഥനാ സ്ഥലത്തോ ഒരു ദൈവദാസന്റെ അടുത്തോ നമ്മൾ ഒരാൾ സമീപിക്കുന്നെങ്കിൽ ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് അയാൾ പഠിപ്പിക്കുന്ന ഉപദേശം എന്താണെന്നാണ്. അല്ലാതെ അയാൾ ഇടുന്ന ഷർട്ടല്ല, അയാൾ ഇടുന്ന പാൻ്റല്ല, അയാളുടെ ചർച്ചിന്റെ വലിപ്പമല്ല, അയാൾ ഏത് കുടുംബക്കാരനെന്നല്ല, അയാൾ വലിയ അറിയപ്പെടുന്ന ആളെന്നല്ല, അയാളെ കാണാൻ നല്ല ഗ്ലാമറാണെന്നല്ല, ചുവന്നിരിക്കുന്ന കറുത്തിരിക്കുന്ന ഒന്നുമല്ല. അയാൾ എന്ത് ഉപദേശമാണ് പഠിപ്പിക്കുന്നത്, അത് വചനപ്രകാരം ശരിയാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം അവൻ്റെ അടുക്കൽ ചെന്ന് തലവെക്കാൻ. അത് ബോധ്യപ്പെട്ടിട്ട് വേണം പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ക്ഷണിക്കാൻ. അല്ലെങ്കിൽ ആ കുടുംബം അവൻ തകർക്കും, അല്ലെങ്കിൽ ആ കുടുംബം കലങ്ങും, അവിടെ നാശമുണ്ടാക്കും. ആ കുടുംബം കലങ്ങിപ്പോകും, പിന്മാറ്റത്തിൽ പോകും. എടുത്തു പറയാൻ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. മീഡിയയുടെ മുമ്പിലായതുകൊണ്ട് എടുത്തു പറയുന്നില്ല. അനുഭവം മനസ്സിൽ മുറിവുകളേറ്റ് കഴിഞ്ഞാൽ കഠിനപ്പെട്ടു പോകും. ഞാനിവിടെ വന്ന ദിവസം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ വിശ്വാസത്തിൽ വന്നാൽ അയാൾ ആദ്യം നോക്കുന്നത് പാസ്റ്ററേയും സഭയും ഒക്കെ ആയിരിക്കും. പക്ഷെ ആരെയാ നോക്കേണ്ടത്? കർത്താവിനെയാണ് നോക്കേണ്ടത്. പക്ഷെ അത്രത്തോളം വചന പഠനത്തിലേക്ക് ആ വ്യക്തി എത്തുന്നതിന് മുമ്പ് ആ വ്യക്തി ആരെ നോക്കും? പാസ്റ്ററേയും സഭയൊക്കെ നോക്കും. ആ വചനത്തിൻ്റെ വളർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് പാസ്റ്ററിൽ നിന്നോ വിശ്വാസികളിൽ നിന്നോ ഒരു മുറിവ് അവൻ്റെ മനസ്സിൽ ഏറ്റുകഴിഞ്ഞാൽ അവൻ പിന്മാറ്റത്തിൽ പോകും,
പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അവൻ കഠിനപ്പെട്ടു പോകും. പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരാണെന്ന് അവൻ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ഒരുത്തൻ വചനത്തിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് അവനെ എടുത്ത് നുള്ളിക്കളയാൻ ശ്രമിക്കരുത്. അവനെ വചനത്തിൽ ഉറപ്പിക്കണം. മോനെ, എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും നീ ഒന്നോർത്തോണം, കർത്താവ് നിനക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ 100 കണക്കിന് പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ് ഞാൻ ചിന്തിക്കുന്നു, വേറൊരാളായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഈ കൃപയെ കാണത്തില്ല. അമ്മാതിരി അനുഭവത്തിലൂടെ പോയതാ. അപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടൊരു ചിന്തയുണ്ട്, കർത്താവ് എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി ജീവൻ തരികയല്ലാതെ, എന്നെ വീണ്ടെടുക്കുകയല്ലാതെ, ഇന്ന് വരെ എനിക്ക് വേണ്ടുന്നതെല്ലാം തന്ന് എന്നെ നടത്തിയതല്ലാതെ എൻ്റെ ദൈവം എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ, ആരെങ്കിലും ഉപദ്രവിച്ചാലോ, ആരെങ്കിലും അപമാനം പറഞ്ഞാലോ, അല്ലെങ്കിൽ ആരെങ്കിലും പോടാന്ന് പറഞ്ഞാലോ, അതുകൊണ്ട് അതിൻ്റെ ദേഷ്യം കർത്താവിനോട് കാണിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ, ഭാര്യയും ഭർത്താവും ഒന്ന് പിണങ്ങിപ്പോയാൽ, ഒന്ന് വഴക്കിട്ട് മിണ്ടാതിരുന്നാൽ, ഇന്ന് ഞാൻ ആരാധനയ്ക്ക് വരുന്നില്ല. കർത്താവ് ഏതാണ്ട് ചെയ്തോ? കർത്താവ് വല്ലതും ചെയ്തോ? പിണക്കം നമ്മൾ ആരോടാ കാണിക്കുന്നത്? ദൈവത്തോട്. ദൈവം എന്ത് ചെയ്തു? നമുക്ക് നന്മയല്ലാണ്ട് ഒരു ദോഷവും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എന്തിനാണ് നമ്മൾ ദൈവത്തോട് ഈ ഇത് കാണിക്കണേ? ഭർത്താവ് പിണങ്ങിയപ്പോൾ നമ്മുടെ ഹൃദയം നൊന്തു, ഭാര്യ പിണങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയം നൊന്തു. ഇത് സംഭവിച്ചപ്പോൾ ഞാനിനി ആരാധനയ്ക്ക് വരുന്നില്ലെന്ന് പറഞ്ഞാൽ ആരുടെ ഹൃദയം നൊന്തു? കർത്താവിൻ്റെ ഹൃദയം നൊന്തു. കർത്താവ് എന്ത് ചെയ്തു? നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടുന്ന ഒരു സാധനം എന്തെന്ന് വെച്ചാൽ, ദൈവവചനപ്രകാരമുള്ള ഉപദേശമാണോ? ഒരു സ്ഥലത്ത് നമ്മൾ ആരാധനയ്ക്ക് പോയാൽ, ഒരു കൂട്ടായ്മയിൽ നമ്മൾ ചെന്ന് കയറിയാൽ, നമ്മൾ അവിടെ വലിപ്പം കുറവാകട്ടെ, സൗകര്യങ്ങൾ കുറവാകട്ടെ, വലിയ സെറ്റപ്പും ഗെറ്റപ്പും ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ മറ്റൊന്നുമല്ല, അവിടെ പഠിപ്പിക്കുന്ന ഉപദേശം ദൈവവചനത്തിന് അനുസൃതമാണോ അതോ വചനത്തിന് വിരുദ്ധമാണോ? ഇതിനകത്തെ ഉപദേശം കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ സഭയ്ക്ക് എന്തെല്ലാം ഭൗതികമായ കുറവുണ്ടെങ്കിലും ദൈവസാന്നിധ്യം ആ സഭയിലുണ്ടാവും. സ്തോത്രം. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒന്നാണ്, ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവന് പിതാവും പുത്രനും ഉണ്ട്. ഒരുത്തൻ ഈ ഉപദേശം എന്ന് അപ്പോസ്തലന്മാർ പറയുന്നത് എന്താ? ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാം. പിന്നെ ഗലാത്യ ലേഖനം 1:8. ഗലാത്യ ലേഖനം 1:8. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ? അപ്പൊ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. അപ്പൊ ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ ഏതാ? അപ്പോസ്തലന്മാര് ഈ പുസ്തകത്തിലൂടെ നമ്മുടെ കയ്യിലേക്ക് നൽകപ്പെട്ട ഈ തിരുവെഴുത്തിന് വിപരീതമായി. മനസ്സിലായോ? തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇനി അത് അങ്ങനെ അല്ലെന്ന് പൗലോസ് തന്നെ കൂടെ പ്രതിക്കൂട്ടി വെച്ചുകൊണ്ട് പറയുക. ഇനി ഞങ്ങൾ തന്നെ നാളെ വന്നിട്ട് അയ്യോ അതൊരു അബദ്ധം പറ്റി എഴുതി പോയതാ കേട്ടോ, അത് അങ്ങനല്ല, അത് ഇങ്ങനാണെന്ന് അവർ തന്നെ പറഞ്ഞാലോ, സ്വർഗത്തിൽ നിന്ന് ചിറക് കെട്ടിവെച്ചൊരു മാലാഖ നിങ്ങളോട് വന്ന് പറഞ്ഞാലോ, അവൻ ആരായിരിക്കും? ശപിക്കപ്പെട്ടു. പക്ഷേ മലയാളി അങ്ങനല്ല. മലയാളി എന്ത് ചെയ്യും? രാത്രി കിടന്നുറങ്ങുമ്പം ഒരു സ്വപ്നം കണ്ടു, അല്ലെ ദർശനം കണ്ടു, വെള്ള വസ്ത്രം ധരിച്ച് ഒരു മാലാഖ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊരു 1/2 ഗ്ലാസ് പെഗ് അടിച്ചോ, സാരമില്ല എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പോലെ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ട് നടക്കും? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാന്ന്, ദൂതൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അല്ല പക്ഷെ ബൈബിളിൽ കുടിക്കരുത്, ചേടാ ഞാൻ കണ്ടെന്ന്. എന്ത് നമ്മളെന്ത് പറയാൻ? പുസ്തകത്തിൽ ചേടാ ഞാൻ നേരിട്ട് കണ്ടെന്ന് പാസ്റ്ററെ, എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ടല്ലേ പറഞ്ഞേ 1/2 പെഗ് അടിച്ചോളാൻ. അപ്പൊ പുസ്തകം ചേടാ ഞാൻ കണ്ടെന്ന്. ഇതൊക്കെ ഇതിനൊക്കെ എന്ത് പറയാൻ? അപ്പൊ പുസ്തകത്തിലൂടെ അപ്പോസ്തലന്മാര് നമ്മളോട് പഠിപ്പിച്ച പുസ്തകമാണ് അവസാന വാക്ക്. ഇനിയും ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ജോബി പാസ്റ്റർ അല്ല, ഷമീർ കൊല്ലമല്ല, ഇവിടുത്തെ ഒരു പാസ്റ്റർമാരുമല്ല, അവസാനത്തെ വാക്ക് വിശുദ്ധ ബൈബിളാണ്. ഈ പുസ്തകമാണ് നമുക്ക് ആധാരം.
ഈ പുസ്തകത്തിന് വിപരീതമായിട്ട് ഒരു കാര്യം ഉലകത്തിൽ ആര് പറഞ്ഞാലും അതെന്താണ്? ശപിക്കപ്പെട്ടവൻ. ദൂതനായാലും ശപിക്കപ്പെട്ട. അതിൻ്റെ അപ്പുറത്തൊരു വാക്ക് വേണോ? ഏഞ്ചൽ വന്ന് പറഞ്ഞാലും ശപിക്കപ്പെട്ടവനെന്ന് എഴുതി വെച്ചേക്കുക. ഒരിക്കൽ നമ്മുടെ മറ്റേ ആരാണ്, ബില്ലി ഗ്രഹാം അല്ലേ കൺഫസ് ചെയ്തത്? ബില്ലി ഗ്രഹാം ആണോ കൺഫസ് ചെയ്തത്? പേര് മാറിപ്പോരാ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ വീശിയതും തള്ളിയിട്ടതും ബെന്നിഹിൻ. അതാ പേര് അതാ ബില്ലി ഗ്രഹാം അല്ല, ബെന്നിഹിൻ കൺഫസ് ചെയ്തു. ഞാൻ കോട്ടൂരി വീശിയപ്പോൾ ആളുകൾ നാറ്റുപടിച്ച് വീണയാന്നൊക്കെ പറഞ്ഞു. എന്തായാലും ദൈവാത്മാവല്ല, അത് പുള്ളി പറഞ്ഞല്ലോ. ദൈവാത്മാവല്ലെങ്കിൽ പിന്നെ നാറ്റുപടിച്ചായിരിക്കും വീണെന്ന് ഞാനങ്ങ് ചിന്തിക്കുക. അപ്പോൾ പുള്ളി കൺഫസ് ചെയ്യുകയാണ് പൊതുജനത്തിൻ്റെ മുമ്പിൽ, വീഡിയോയുടെ മുമ്പിൽ ഒന്നെന്ന് പറഞ്ഞു, ഞാൻ പ്രവചിച്ച എല്ലാ പ്രവചനങ്ങളും ഒന്നും പരിശുദ്ധാത്മാവിലായിരുന്നില്ല. ഞാൻ ജനത്തിനൊരു സന്തോഷം വരാൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ തള്ളിയിട്ടതും വീണതും ഒന്നും പരിശുദ്ധാത്മാവിലായിരുന്നില്ല എന്ന് അയാൾ കൺഫസ് ചെയ്തു. ഓക്കെ, നല്ല കാര്യം. അയാൾ മാനസാന്തരപ്പെട്ട് കൺഫസ് ചെയ്തെങ്കിൽ അയാളുടെ നിത്യത, അയാളുടെ ആത്മാവിൻ്റെയും ക്രമീകരണം ഓക്കെ ആയി. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം വിശ്വസിച്ചവരും കേട്ടവരും കുത്തി വീണവരുടെയൊക്കെ അവസ്ഥ എന്താ? പോയില്ലേ? ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പം ഞാൻ മീഡിയ കൂടെ ഈ ദുരുപദേശത്തിനെതിരെ ഞാൻ മീഡിയ കൂടെ പബ്ലിക്കായി വിമർശിക്കുമല്ലോ. ഇത് തെറ്റാണ്, അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയുമ്പോൾ പെന്തക്കോസുകാർ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പാസ്റ്ററെ അയാളെ ഫോൺ വിളിച്ചങ്ങ് പറഞ്ഞാൽ പോരെ? ഇത് പരസ്യമായിട്ട് ഇങ്ങനെ എന്തൊരു അറിവില്ലായ്മയാണെന്ന് നോക്കണം. അയാളെ ഞാൻ ഫോൺ വിളിച്ച് പറയാൻ, അയാൾ ഇത് എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞാണോ ഈ ദുരുപദേശം? ആണോ? അയാളുടെ ചർച്ചിൽ പബ്ലിക്കായി ഇത് പഠിപ്പിക്കുകയും അത് വീഡിയോ എടുത്ത് പരസ്യമായി യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത ഞാനാണോ? അയാളിത് ചെയ്തു. അത് കണ്ടിട്ട് സമുദായക്കാരായ മർത്തോമക്കാരും യാക്കോബക്കാരും ആ വീഡിയോ ഇട്ട് പെന്തിക്കോസുകാർ ഇവന്മാരിങ്ങനെ കള്ളന്മാരാന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് സമൂഹത്തിൽ ബുദ്ധിമുട്ടാക്കി മാറുമ്പോഴാണ് ഇതാരുടെ ശ്രദ്ധയപ്പെടുന്നത്? നമ്മുടെയൊക്കെ ശ്രദ്ധയപ്പെടുന്നത്. അപ്പോഴാണ് നമ്മളിത് കയറി പ്രതികരിക്കുക, ഇത് തെറ്റാണ്, ഞങ്ങൾ ഈ കൂട്ടത്തിൽ പെടുന്നവരല്ല എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഈ വിളിച്ചു പറയുന്ന ആളുകൾ ആദ്യം ആരെ വിളിക്കണം? അവരെ വിളിച്ചിട്ട് പറയണം, ബ്രദറിൻ്റെ ചർച്ചിൽ തലകുത്തി എന്ന് വേണമെങ്കിലും ആരാധിച്ചോ, പക്ഷെ ബ്രദർ ദയവ് ചെയ്ത് ഇത് ലൈവ് ഇട്ട് നാട്ടുകാരെ കാണിച്ച് ഞങ്ങളെ കൂടെ നാറ്റിക്കരുതെന്ന് അവരോടാ പറയേണ്ടത്. അല്ലാതെ ജനത്തിന് സത്യം പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളോടല്ല ഇത് പറയേണ്ടത്. ഇപ്പം നാളെ ജോബി പാസ്റ്റർ ഇൻഡിപെൻഡന്റ് ചർച്ച് സ്വന്തമായിട്ട് നടത്തുന്നു. അദ്ദേഹം ജോലി ചെയ്ത് സഭ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം അടുത്ത ഞായറാഴ്ച വിശ്വാസികളോട് പറയാ, നമുക്ക് അടുത്ത ഞായറാഴ്ച ഇവിടെ തലകുത്തി ഭിത്തിയ കാല് വെച്ച് ഇവിടെ നിന്ന് ആരാധിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞാൽ, അങ്ങനെ രഹബോത്ത് പെന്തക്കോസ്ത് ചർച്ച അടുത്ത ആഴ്ച ആരാധിച്ചാൽ അതിന് ഷമീറിന് എന്താന്നേ? ഷമീറിന് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ചർച്ച്, അദ്ദേഹത്തിന്റെ വിശ്വാസി, അദ്ദേഹം തലകുത്തിന്ന് ആരാധിച്ചിട്ടാ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അത് വീഡിയോ പിടിച്ച് ലൈവിലിട്ട് പൊതുസമൂഹത്തെ കാണിച്ചാൽ ഷമീർ കൊല്ലൻ രംഗത്ത് വരും, തനിക്ക് വട്ടടവെന്ന് പറയും. ഇതാണ് വിഷയം. കാരണം ഇത് പരസ്യമാക്കുന്ന നമ്മളാരും ഇവരുടെ പുറകെ ക്യാമറ കൊണ്ട് നടക്കുവാണോ? ഷമീർ കൊല്ലം ടിനു ജോർജിൻ്റെയും തങ്കുവിൻ്റെയും നാരുവിൻ്റെയും എല്ലാം പുറകെ ക്യാമറ കൊണ്ട് നടക്കുവാണോ? ആണോ? അല്ല. അവരുടെ ചർച്ചിൽ അവർക്ക് എന്തും പഠിപ്പിക്കാം. അത് തെറ്റാണോ ശരിയാണോ എന്ന് അവരുടെ വിശ്വാസിക്ക് ബോധമുണ്ടെങ്കിൽ ബൈബിളിൽ നോക്കി അവരെന്ത് ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. നമ്മുടെ വിഷയമല്ലത്. നമ്മൾ ഇവിടെ ആരെയും ദ്രോഹിക്കാൻ ഇവിടെ പുറകെ നമ്മൾ പോകുന്നില്ല. പക്ഷെ ഇത് ലൈവ് എടുത്ത് പബ്ലിക് എടുത്ത് നാട്ടുകാരെ കാണിക്കുമ്പോൾ ബലഹീന വിശ്വാസികൾ തെറ്റിപ്പോകും. ബെന്നിഹിന്റെ പുറകെ നടന്ന് നരകത്തിൽ പോയ കൂട്ടരെ പോലെ ബലഹീന വിശ്വാസികൾ തെറ്റിപ്പോകും. അങ്ങനെ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോലുള്ള ദൈവദാസന്മാര് ഇത് വചനവിരുദ്ധമാണ് എന്ന് ശരിയായ ഉപദേശം ദൈവ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഇതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവവചനമാണ് നമ്മുടെ അടിസ്ഥാനം. ബൈബിളാണ് അവസാനത്തെ വാക്ക്. ആരെന്ത് പഠിപ്പിച്ചാലും നമ്മൾ ചെവി കൊണ്ട് കേൾക്കുക, ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് ബൈബിളിൽ നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്, അവർ തിരുവെഴുത്തുകൾ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു പോന്നു. മനസ്സിലായില്ലേ? അപ്പൊ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് വന്ന് മാറ്റി പറഞ്ഞാൽ, ഈ തിരുവെഴുത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടതിന് ഓപ്പോസിറ്റായിട്ടൊരു തോട്ട് ആര് കൊണ്ടുവന്നാലും
അത് സ്വർഗത്തിലെ ദൂതം കൊണ്ടുവന്നാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവനോട് ബ്രദറെ പ്രൈസ് ദി ലോർഡ് എന്ന് കുശലമെങ്കിലും പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നീ കൂട്ടുപ്രതിയാ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക് ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, 2 പ്രാവശ്യം പിന്നെ അങ്ങ് എഴുതി. ഞാൻ പിന്നെയും മുമ്പേ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് പിന്നെയും പറയുക, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന സുവിശേഷത്തിന് വിപരീതമായി, ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ട സുവിശേഷത്തിന് വിപരീതമായി, ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടതും പ്രസംഗിച്ചതുമായ സുവിശേഷം ഒന്നേ ഉള്ളൂ. എന്താണ്? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനവും മാനസാന്തരവും ദൈവം നൽകും. അവനെ ദൈവം നിത്യതയിലെത്തിക്കും. ഇതല്ലാതൊരു സുവിശേഷം ഈ പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോസ്തലന്മാർ നമ്മളോട് പ്രസംഗിച്ചതും പഠിപ്പിച്ചതുമായ സുവിശേഷം, അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവന് നീതീകരണമുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവന് സ്വർഗരാജ്യമുണ്ട്. ഇതിന്റെ അപ്പുറത്ത് അവൻ ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തു ഒരുപക്ഷെ ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത് വെറും വ്യർത്ഥമാണ്. അതുകൊണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല. മനുഷ്യന് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഇതാണ് അപ്പോസ്തലന്മാർ നമ്മളോട് അറിയിച്ച സുവിശേഷം അല്ലേ? ഇന്ന് അറിയിക്കുന്ന സുവിശേഷം എന്താ? ബിസിനസ് തകർച്ചയോ? ഭാരപ്പെടണ്ട. കടഭാരമോ? ശങ്കിക്കണ്ട. താങ്കൾ നിരാശനായിരിക്കുന്നുവോ? പറ, ഏത് അപ്പോസ്തലന്മാരാണ് ഇങ്ങനെ പഠിപ്പിച്ചത്? പ്രൈസ് ദി ലോർഡ്. പാപമോചനവും രക്ഷയും എങ്ങോ പോയി മറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പണ്ട് കാലത്തെ ഒരു കൺവെൻഷൻ നാട്ടി വെച്ചാൽ സബ്ജക്റ്റ് ബേസ് ചെയ്ത് ഒരു ദിവസം പാപം, ഒരു ദിവസം മാനസാന്തരം, അടുത്ത ദിവസം രക്ഷ, അടുത്ത ദിവസം സ്നാനം, അടുത്ത ദിവസം പരിശുദ്ധാത്മാവ് സബ്ജക്റ്റായിരുന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ എന്ന് ഓർത്ത്, ഒരു കൺവെൻഷൻ ഉണ്ടെന്ന് അറിഞ്ഞ് എന്തായാലും ചുമ്മാ ഇരിക്കുകയല്ലേ എന്ന് ഓർത്ത് ഒന്ന് പോയി കേൾക്കാം. നമ്മളെപ്പോഴും പ്രസംഗിച്ച് നടക്കുമല്ലേ, ഒന്ന് കേൾക്കാമെന്ന് ഓർത്ത് കാറിൽ പോയിരുന്നു. കാറിൻ്റെ ഗ്ലാസ് കാത്തിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സാഹചര്യമല്ലയോ. അവിടെ ചെന്നപ്പോൾ പ്രസംഗകൻ, പൊതുജനം കൂടിയിരിക്കുന്ന നാട്ടുകാരുണ്ട്, ജംഗ്ഷന് നല്ല ആൾക്കൂട്ടമുണ്ട്, പ്രസംഗിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രസംഗ വിഷയം ഭർത്താക്കന്മാർ ഭാര്യയോട് അടുക്കളയിൽ എങ്ങനെ പെരുമാറണം. ഇവനൊക്കെ വല്ല തൊഴിലുറപ്പിനും പൊക്കൂടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചു. ഉള്ള കാര്യം പറയാം, സത്യസന്ധമായി അങ്ങ് പറയാം. എന്തിനാ മെനക്കെടുന്നേ? സ്തോത്രം. ഞങ്ങളൊക്കെ വഴി പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പം ഒരു 10 പേര് ചായ കുടിക്കാൻ കൂടിയിരിക്കുന്ന ഒരു കവല കണ്ട അകത്തൊരു തിളപ്പാ, 10 എണ്ണം കൂടി നിൽക്കുന്നു. ഒരു മൈക്കുണ്ടായിരുന്നു. ഇപ്പോൾ സുവിശേഷം നമ്മൾ ഇറങ്ങിയെന്ന് വിളിച്ചു പറയാം, മറ്റൊരുത്തനിലും ഇല്ല. അതിൻ്റെ പേര് പ്രാണം പോകുന്ന അങ്ങ് പോട്ടെന്ന്. സ്തോത്രം. വളരെ കൃത്യമായി എഴുതപ്പെട്ടിരിക്കുക. ഞങ്ങൾ പിന്നെയും പറയാം. എന്തിനാ ഇത്രയും പിന്നെയും കിടന്ന് പറയേണ്ട ആവശ്യം എന്താ? അതിന് വിപരീതമായ ഒരെണ്ണം വരും. വിപരീതമായ സുവിശേഷം ഇവിടെ വിളംബരം ചെയ്യപ്പെടും എന്ന് പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട്. അതിന് തെളിവുണ്ടോ പാസ്റ്ററെ? അപ്പോസ്തലപ്രവൃത്തി 20:26 വായിക്കാൻ. അപ്പോസ്തലപ്രവൃത്തി 20:26. ഓന്നോ? അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ഒരു മിനിറ്റ് സൗകര്യ നോക്കട്ടെ, ഡേറ്റ് നോക്കട്ടെ. ആഗസ്റ്റ് 19. അതുകൊണ്ട് ഞാനും രഹബോത്ത് പെന്തക്കോസ്ത് ചർച്ചിൽ ആഗസ്റ്റ് 19, 2025 ഞാനും സാക്ഷ്യം പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല. എന്തുകൊണ്ട്? അടുത്ത വാക്യം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. മതി. ഇതാ ഞാനും പറയുന്നത്. എന്താണ്? ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ നിങ്ങളോട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ജോബി പാഷൻ കുറ്റക്കാരനല്ല, ഷമീർ കൊല്ലവും കുറ്റക്കാരനല്ല,
പറയേണ്ട കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ട്. വേണമെങ്കിൽ അനുസരിച്ച് ജീവിക്കാം. അത്രേ ഉള്ളൂ. പൗലോസ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ എൻ്റെ പ്രശ്നം അല്ല, ഞാൻ കുറ്റക്കാരനല്ല. പറയാതിരുന്നാൽ ദൈവദാസന്മാരാണ് കുറ്റക്കാർ. പറയേണ്ട കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതുകൊണ്ട് ദൈവം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഉപദേശം ശരിയായി സഭയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ദൈവദാസന്മാരുടെ ഉത്തരവാദിത്വം. ഇഷ്ടമുള്ളവർക്ക് ഏറ്റെടുക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് തോന്നിയ പോലെ നടക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ നശിച്ചു പോയാൽ, നശിച്ചു പോവുക എന്ന് പറയുന്ന വാക്കുകൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്, യൂദായെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്, ആ നാശയോഗ്യനല്ലാതെ മറ്റാരും എന്ന് പറയുന്നുണ്ട്. ഈ നാശയോഗ്യൻ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ നിത്യനരകത്തിൽ പോകുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പൗലോസ് പറയുന്നു. കാരണം ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും നിങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രാങ്കായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നശിച്ചു പോകാം. അതിന് ഞാൻ കുറ്റക്കാരനല്ല എന്ന് പൗലോസ് മുൻകൂർ ജാമ്യം എടുത്തു.